നാടകത്തിലും സിനിമയിലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ഹാസ്യ അഭിനയ പ്രതിഭയായിരുന്നു ആലുമൂടൻ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഡൊമിനിക് എന്നാണ്. ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴ സ്വദേശിയായ ആലുമൂടൻ 1966 ഇറങ്ങിയ അനാർക്കലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത്. 200ഓളം സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു. അഭിനയിച്ചവയിൽ ഭൂരിഭാഗവും ഹാസ്യവേഷങ്ങളായിരുന്നു. വ്യത്യസ്തമായ സംസാര ശൈലി കൊണ്ടും ശരീരഭാഷ കൊണ്ടുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ അദ്ദേഹത്തിൻ്റെ കാസർഗോഡ് കാദർഭായ് പോലുള്ള ഐക്കോണിക് കഥാപാത്രങ്ങൾ മലയാള സിനിമാ പ്രേമികളുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബോബൻ ആലുമൂടൻ സിനിമകളിലും സീരിയലുകളിലുമൊക്കെ അഭിനയിക്കുന്ന കഴിവുറ്റ ഒരു കലാകാരനാണ്. അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരിക്കണമെന്നതാണ് തൻ്റെ ആഗ്രഹമെന്ന് പല അഭിനേതാക്കളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിൽ നമ്മെ വിട്ടു പിരിഞ്ഞ ഒരു കലാകാരൻ കൂടിയാണ് ആലുമൂടൻ. പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച അദ്വൈതം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ മോഹൻലാലുമായുള്ള ഒരു കോമ്പിനേഷൻ സീൻ ചിത്രീകരിക്കുമ്പോഴായിരുന്നു ഹൃദയാഘാതത്താൽ അദ്ദേഹം വിട പറഞ്ഞത്. 1992 മെയ് 3 അദ്വൈതം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ശിവൻ എന്ന കഥാപാത്രം നാളുകൾക്ക് ശേഷം സമൂഹം ബഹുമാനിക്കുന്ന ഒരു സന്യാസിയായി തിരിച്ചു വരുന്ന രംഗമാണ് ചിത്രീകരിക്കുന്നത്. മോഹൻലാൽ, രേവതി, സംവിധായകൻ പ്രിയദർശൻ, ഛായാഗ്രാഹകൻ എസ് കുമാർ തുടങ്ങിയവരുടെ നീണ്ട നിര തന്നെ സെറ്റിലുണ്ട്. ചിത്രത്തിലെ ആലുമൂടന്റെ കഥാപാത്രം എന്നെ രക്ഷിക്കണം സോമി എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന്റെ കാൽക്കൽ വീഴണം. മോഹൻലാലിനും ആലുമൂടനും രംഗം വിവരിച്ചു കൊടുത്തു. രണ്ടുപേരും പൊസിഷനിലായി. സംവിധായകൻ ആക്ഷൻ പറഞ്ഞു. എന്നെ രക്ഷിക്കണം സോമി എന്ന് പറഞ്ഞ് മോഹൻലാലിന്റെ കാലിൽ വീണ ആലുമൂടൻ കട്ട് പറഞ്ഞിട്ടും കാൽക്കൽ നിന്നും എണീറ്റിട്ടില്ല. പിടിച്ച് എണീപ്പിക്കാനായി മോഹൻലാൽ കുനിഞ്ഞപ്പോൾ ആലുമൂടൻ മറിഞ്ഞു വീഴുകയായിരുന്നു. ബോധരഹിതനായ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ വൈകിപ്പോയി. ഷൂട്ടിംഗ് സ്പോട്ടിൽ തന്നെ മരണം സംഭവിച്ചു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഹൃദയാഘാതത്തിന്റെ രൂപത്തിലായിരുന്നു മരണം അദ്ദേഹത്തെ കൊണ്ടുപോയത്. പ്രിയദർശൻ ആ ദിവസത്തെ ഓർക്കുന്നത് ഇങ്ങനെയാണ്: സിനിമയ്ക്ക് പുറത്ത് ജീവിതത്തിൽ ലാൽ കരയുന്നത് ഒരിക്കലേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് ആലുമൂടൻ ചേട്ടൻ മരിച്ച ദിവസമായിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ലാലിന്റെ ആദ്യ ഷൂട്ട് ആലുമൂടൻ ചേട്ടനൊപ്പമായിരുന്നു. ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്ന ലാലിനെയാണ് ഞാൻ കണ്ടത്. വല്ലാത്തൊരു അടുപ്പമായിരുന്നു അദ്ദേഹത്തോട് ലാലിന്. ലാലിന് മാത്രമായിരുന്നില്ല, ഞങ്ങൾക്കൊക്കെ വളരെ അടുത്ത ബന്ധമായിരുന്നു ആലുമൂടൻ ചേട്ടനോട്. ഒരുപക്ഷെ പല കലാകാരന്മാരും ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും അത്തരത്തിൽ ഒരു മരണം. പ്രിയദർശന്റെ വാക്കുകളാണ്. ആ വേർപാടിന്റെ നോവിലും പ്രിയദർശൻ നേരിട്ട മറ്റൊരു വെല്ലുവിളി ആ കഥാപാത്രത്തിന്റെ ഡബ്ബിംഗ് ആയിരുന്നു. ഒടുവിൽ മിമിക്രി വേദിയിൽ നിന്ന് കടന്നു വന്ന ഒരു യുവാവിനെ ആ ദൗത്യം ഏൽപ്പിച്ചു. ആലുമൂടൻ ചേട്ടന്റെ ശബ്ദം അതേപടി അനുകരിച്ച ആ യുവാവാണ് പിന്നീട് മലയാള സിനിമയുടെ ജനപ്രിയ നായകനായി മാറിയ ദിലീപ്. അദ്വൈതം, ആയുഷ്കാലം എന്നീ സിനിമകളിൽ ഇന്നും നമ്മൾ കേൾക്കുന്നത് ആലുമൂടൻ ചേട്ടന് വേണ്ടി ദിലീപ് നൽകിയ ആ ശബ്ദമാണ്. അഭിനയിച്ചുകൊണ്ടിരിക്കെ മരണത്തിലേക്ക് നടന്നുകയറിയ ആ വലിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം.